മറ്റൊരു വാർത്തയിലേക്ക്. കർണാടകത്തിലെ ഷിരൂരിൽ നടത്തിയ തെരച്ചിലിൽ അർജുന്റെ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തി. ഇക്കാര്യം ലോറി ഉടമയായ മനാഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മനാഫിന്റെ പ്രതികരണം ആദ്യം കേൾക്കാം. തിരച്ചിൽ ഇപ്പോഴും ഗംഗാവലി പുഴയിൽ തുടരുകയാണ്. ഇപ്പോ നമുക്കൊരു ക്രാഷ് ഗാർഡ് ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ കിട്ടിയത് നമ്മുടെ അർജുന്റെ വാഹനത്തിൽ തന്നെയാണോ? ബാക്ക് സൈഡിലല്ലേ ഗാർഡ്? അത് നമ്മളെ തന്നെ. കയറും നമ്മളെ തന്നെ. പിന്നെ ഒരു വേറെ ഏതൊരു വാഹനത്തിന്റെ വലിയൊരു ചതിങ്ങിയ ഭാഗം കിട്ടിക്കുന്നു, അത് നമ്മളതല്ല. ഇപ്പോ ലഭിച്ച ആ സംഭവം നമ്മുടെ അർജുന്റെ വാഹനം. ഇപ്പം 3 ഐറ്റം സാധനങ്ങൾ ഒറ്റയടിക്ക് കിട്ടിയത്. ആ 3-ൽ കയറ് നമ്മളതാണ്. അത് മുന്നേ നമ്മൾ കണ്ടെത്തിയ സാധനമാണ്. അത് ഒന്നും കൂടി അതിന്റെ അടിയിൽ നിന്ന് എടുത്തുന്നുള്ളൂ. രണ്ടാമത്തത് ഒരു ബാക്കത്തെ ബമ്പറാണ്. അതിന്റെ ക്രാഷ് ഗാർഡ് എന്ത് വേണം പറയാം, അതിനെ അതും നമ്മളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അർജുന്റെ ലോറിക്കരികിലേക്കാണ് ഇപ്പോൾ ഡ്രഡ്ജർ വെച്ച് തെരച്ചിൽ നടത്തുന്നത് പ്രതീക്ഷയുണ്ട്. നമ്മൾ മുന്നേ പറയുന്ന വിഷയമാണ്. ഇതാണ് ലക്ഷ്മൺ നായക്കിന്റെ ചായക്കടന്റെ പിൻവശം. ലക്ഷ്മൺ നായക്കിന്റെ ചായക്കടന്റെ പിൻവശം ആണ് ആദ്യം നോക്കേണ്ടതെന്ന് പലവട്ടം പറഞ്ഞ വിഷയമാണ്. നമ്മളെ വണ്ടി പോവാൻ കൂടുതൽ സാധ്യതയുള്ള സ്ഥലം ഇതാണ്. കൂടുതൽ സാധ്യത ഇവിടെ ഉണ്ട് എന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റൂല. എന്നാലും സാധ്യത കൂടുതൽ ഇവിടാണ്. ഈ ഭാഗത്തേക്കാണ് വണ്ടി പാർക്ക് ചെയ്തതിന്. അവിടുന്ന് മണ്ണിന്റെ കൂട്ടത്തിൽ നീങ്ങി വരുന്ന സമയത്ത് നേരെ വന്നിട്ട് ഇവിടെ പതിക്കാനേ സാധ്യതയുള്ളൂ. ഈ സ്ഥലം നല്ലപോലെ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് വണ്ടി കണ്ടെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. അർജുന്റെ ലോറിയുടെ ഭാഗങ്ങൾ കിട്ടി. ഇക്കാര്യം ലോറി ഉടമയായ മനാഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരച്ചിൽ ഇപ്പോഴും ഗംഗാവലി പുഴയിൽ തുടരുകയാണ്. നാവികസേന സ്ഥലത്തുണ്ട്. ഒപ്പം മേജർ ജനറൽ ഇന്ദ്രബാലനും സംഘവും ഷിരൂരിലേക്ക് എത്തും. സോണാർ പരിശോധനയും ഈ ഭാഗത്ത് നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം അസ്ഥി കണ്ടെത്തിയിരുന്നു ഇതേ ഭാഗത്ത് നിന്ന്. ഇപ്പോൾ തിരച്ചിൽ തുടരുന്നതിന്റെ കൂടുതൽ വിവരങ്ങളുമായി KV ബൈജു ചേരുകയാണ്. ബൈജു, ഇപ്പോൾ അർജുന്റെ ലോറിയാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇനി എന്ത് തിരച്ചിലൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായും മഞ്ജുഷയെ, ആ തിരച്ചിൽ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് വേണം പറയാൻ. അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും കാര്യമായ വസ്തുക്കളൊന്നും അർജുന്റെ വാഹനത്തിന് ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തുന്ന ഈ തെരച്ചിലിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട അർജുന്റെ വാഹനത്തിന്റെ ഒരു ക്രാഷ് ഗാർഡ് എന്നാണ് ലോറി ഉടമ മനാഫ് അത് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആ ക്രാഷ് ഗാർഡ് ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഗംഗാവലി പുഴയിൽ ആ ഡ്രഡ്ജർ അതിന്റെ തിരച്ചിൽ ഊർജിതമായി തുടരുന്നത്. ഈ പ്രദേശത്താണ് നേവിയുടെ നേതൃത്വത്തിൽ നടത്തിയ സോണാർ പരിശോധനയിൽ വലിയ ലോഹഭാഗം, അതായത് അർജുന്റെ ലോറിയുടേതെന്ന് പറയപ്പെടുന്ന ആ ലോഹഭാഗം കിട്ടിയ ആ പ്രദേശം കേന്ദ്രീകരിച്ചാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ തരത്തിലുള്ള തെരച്ചിൽ നടന്നത്. അവിടെ നടത്തിയ തെരച്ചിലാണ് ആ വാഹനത്തിന്റെ അർജുന്റെ വാഹനത്തിന്റെ മരത്തിന് കെട്ടാൻ ഉപയോഗിച്ച കയർ, നേരത്തെ ഒരുപാട് ഈ ഭാഗങ്ങളിൽ തന്നെ കയർ ലഭിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴും ആ കയർ ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. അതിനൊപ്പം ഏറ്റവും പ്രധാനം ആ ക്രാഷ് ഗാർഡ് ലഭിച്ചു എന്നതാണ്. അതിനൊരു നമ്പർ പ്ലേറ്റിന്റെ ഭാഗവും ആ സമയത്ത് കാണാമായിരുന്നു. പക്ഷേ അത് ഒരു വ്യക്തത വന്നിട്ടില്ല, ആ നമ്പർ എത്രയാണെന്നുള്ളത്. പക്ഷേ ലോറി ഉടമ മനാഫ് അത് തങ്ങളുടെ